ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആലപ്പുഴ കൈനഗരിയിലുള്ള ഫ്ലോട്ടിംഗ് ഹൗസ് ബോട്ട് ടെർമിനലാണ്. നമുക്ക് ടെർമിനൽ മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ കൈനഗരിയിൽ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമുക്ക് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് KSRTCയിൽ നമുക്ക് കൈനഗരി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് മാർഗം പോവാം, അതും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലും പോവാം. ഇപ്പം നമ്മൾ പോകുന്നത് ബൈ റോഡാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് വശത്തും നല്ല പാടങ്ങളാണ്, വെള്ളം നിറഞ്ഞു കിടക്കുക. ചില സ്ഥലത്ത് കൃഷിയുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ സൈഡിൽ ഒരു മരം നിൽക്കുക. അതിൻ്റെ അകത്ത് എന്തോ ഒരു വലിയ കായ നിൽപ്പുണ്ട്. ഈ കായയുടെ പേരൊന്നും അറിയില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇത് കഴിക്കാൻ പറ്റുന്നതാണോ എന്നറിയില്ല. കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ റോഡ് സൈഡ് ഇത്ര നേരം ഇതിവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ കൈനഗരിക്ക് പോകുന്ന വഴിക്ക് കൈലാസം ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ടോഡി പാർലർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചില്ല. നമ്മൾ രാവിലെ കുട്ടനാട് എന്ന് പറയുന്ന ബോട്ടിൽ കുട്ടനാട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം. ഹായ്. കപ്പയും മീൻകറിയും വന്നിട്ടുണ്ട്. കപ്പയും കേരക്കറിയുമാണ്. നമ്മൾ ഒരു കറിയാണ് കഴിച്ചിരിക്കുന്നത്. കഴിച്ച് നോക്കുക. നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശത്തും പാടങ്ങളാണ് കേട്ടോ. ഒരു ചെറിയ റോഡാണ്. രണ്ട് വണ്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും കാറ് പോവും. ഇപ്പം നമ്മൾ കൈനഗരിയിൽ എത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടന്നു പോവുകയാണ്. അതിൻ്റെ അടുത്ത് വരെ വണ്ടി പോവും, പക്ഷെ കുറച്ച് ഇടുങ്ങിയ റോഡാണ്. അപ്പം നമ്മൾ പുറത്ത് തന്നെ വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മൾ നടക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കൊരു തോട് കണ്ടതാട്ടോ. അതിൻ്റെ അകത്ത് കുറേ മീനുണ്ട്. ഇവിടെ വണ്ടി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഇടുങ്ങിയ റോഡാണ്. അപ്പം പോയ വണ്ടി തിരിച്ചു വരിക. അതിൻ്റെ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലവും ഇല്ല. അപ്പോൾ അങ്ങോട്ട് പോയ വണ്ടി കംപ്ലീറ്റ് തിരിച്ചു വരിക. അപ്പോൾ സ്ഥലം കണ്ടപ്പോൾ തന്നെ തോന്നിയതുകൊണ്ടാണ് നമ്മൾ ആ റോഡിൽ ഇട്ടിട്ട് നടന്നു വന്നത്. ഇതുപോലുള്ള രണ്ട് ചെറിയ പാലം കടന്നിട്ട് വേണം നമ്മളിവിടെ എത്താൻ. ബോട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ കയറിയിട്ട് ടെർമിനലിൽ ഡയറക്റ്റായിട്ട് എത്താം. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഈ തിട്ടയിൽ കൂടെ നടന്നിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഇങ്ങനെ തന്നെയാണോ കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഡൗട്ടുണ്ട്. കാരണം നമ്മൾ വന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇതാണ് വഴിയെന്നാണ്. പക്ഷേ ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങി എങ്ങനെ പോകുന്നുള്ള കാര്യം ഡൗട്ടാണ്. നമ്മൾ കാണുന്ന സ്ഥലം ഹൗസ് ബോട്ടൊക്കെ വരുമ്പോഴത്തേക്കും അടുപ്പിക്കുന്ന സ്ഥലമാണ്. അത് അടുപ്പിച്ചിട്ട് ഈ കുറ്റിക്കകത്തേക്കാണ് അതിൻ്റെ കയറ് കെട്ടിയിടുന്നത്. ഇതുപോലെ അങ്ങ് വരെ, ഇതിൻ്റെ അറ്റം വരെ ഒരുപാട് ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെയാണ് ഹൗസ് ബോട്ടുകൾ വന്ന് അടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ടെർമിനലിൻ്റെ എൻഡ് പോർഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഒരുപാട് ഹൗസ് ബോട്ടുകൾ വന്നിട്ട് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോണത്. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. ഒരുപാട് പേര് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ചുമ്മാ വന്നിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വരാനാണെങ്കിൽ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ വൈകുന്നേരം വരാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്ന പ്ലാൻ ക്യാൻസലായി. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം.
ടെർമിനലിൻ്റെ അറ്റത്ത് എത്തിയിരിക്കുകയാണ്, അതായത് ഫ്ലോട്ടിംഗ് പോർഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നടന്നു വന്ന വഴിയാണ് ബാക്കിൽ കാണുന്നത്. ആ കോൺക്രീറ്റ് വഴി കൂടെയാണ് നമ്മൾ നടന്നു വന്നത്. പിന്നെ ഈ ടെർമിനലിൻ്റെ അറ്റത്ത് എത്തുമ്പോഴാണ് ഫ്ലോട്ടിംഗ് പോർഷൻ ഉള്ളത്. അവിടെ കുറച്ച് കടകളും നമുക്ക് സർബത്തൊക്കെ കുടിക്കാൻ പാകത്തിനുള്ള കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ബോട്ട് കിട്ടും. ഇവിടെ വന്നിട്ട് വൈകുന്നേരം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോവാം. വൈകുന്നേരം നല്ല ആംബിയൻസ് ആയിരിക്കും. ഇപ്പോൾ നട്ടുച്ചയാണ്, ഭയങ്കര വെയിലാണ്, നമുക്ക് സ്ക്രീൻ പോലും ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഉച്ച സമയത്തെങ്കിലും വരാനായിട്ട് റെക്കമെൻഡഡ് അല്ല, വൈകുന്നേരം വരാനായിട്ട് നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് ആളുകൾ വരുന്നത് ഇങ്ങനെ ബോട്ടിലാണ് മെയിനായിട്ട് വരുന്നത്. നടന്നും വണ്ടിക്കൊക്കെ വരുന്നത് വളരെ കുറവാണ്. വണ്ടിക്ക് വന്നാലും നമ്മൾ മെയിൻ റോഡ് ഇട്ടിട്ട് നേരത്തെ കണ്ട വഴിയിൽ ആ തിട്ടയില്ലേ, കായലിൻ്റെ അറ്റത്ത് കെട്ടിയിരിക്കുന്ന ആ തിട്ടയിൽ കൂടെ വേണം നമ്മൾ നടന്ന് ഇവിടെ വരാനായിട്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്, ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ നടന്ന് വരാനായിട്ട് ഒട്ടും റെക്കമെൻഡഡ് അല്ല. വരുന്നവർ ബോട്ടിൽ ഏതെങ്കിലും ബോട്ട് ജെട്ടി, ആലപ്പുഴ തന്നെയുള്ള ഏത് ബോട്ട് ജെട്ടിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ബോട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ബോട്ടിൽ കയറിയിട്ട് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയിൽ വന്ന് ഇറങ്ങുകയും ചെയ്യാം, ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോവുകയും ചെയ്യാം. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണ്. ഈ നട്ടുച്ച സമയത്ത് പോലും എന്തോരം ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഫോട്ടോഷൂട്ടാണ്. കുട്ടികളാണെന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ആ പോസ്റ്റ് വെഡിങ്, പ്രീ വെഡിങ് അങ്ങനെയുള്ള ഫോട്ടോസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഫോട്ടോ സെഷൻസ് നടക്കുന്നുണ്ട്. വൈകുന്നേരം വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ്. സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ഇതും കൂടെയൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു സ്പോട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നല്ല കട്ട വെയിലായതുകൊണ്ട് അധികം നേരം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.